മാത്രമല്ല UAE-യിലെ എന്റെ ബഹുമാനപ്പെട്ട പ്രവർത്തകന്മാരെ, നിങ്ങൾ തന്ന 10 ദിർഹംസ് ഞെക്കിപ്പിടിച്ച് ഇന്ന് അള്ളാന്റെ തൗഫീഖോട് കൂടെ ഈ സമൂഹത്തിന് ഒരു 5 കോടിയുടെ ബിൽഡിംഗിന്റെ ആസ്തി, സ്ഥലത്തിന്റെ ആസ്തി, ഒരു 2.5 ഏക്കറയോളം വരുന്ന സ്ഥലം കഴിഞ്ഞില്ല. ബിൽഡിംഗ് അല്ല, സ്ഥലമല്ല, സമ്പത്തല്ല, ഈ സമൂഹത്തിൽ കെട്ടറപ്പോട് കൂടെ മുഖം നോക്കിക്കൊണ്ട് സത്യം തുറന്ന് ഹക്കിനെ മാത്രം തുറന്ന് പറയാൻ പറ്റിയ ഒരു കൂട്ടം പണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ KIC-ക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിനെയാണ് വലുതായി കാണുന്നത്. കെട്ടിടങ്ങൾ നമുക്ക് സിമെന്റും ജല്ലിയും പൂയയും ഉണ്ടെങ്കിൽ നിർമ്മിക്കാം, പണം ഉണ്ടെങ്കിൽ നിർമ്മിക്കാം. ആ കെട്ടിടം ഉണ്ടാക്കി വരുന്ന അതിന്റെ മാനുഫാക്ചർ എന്ത് സാധനമാണോ അത് ഏറ്റവും വലിയ ആലിം എന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം, സമൂഹം ചിഹ്നിച്ചിതറി കിടക്കുകയാണ്, സമൂഹം ഭിന്നിച്ച് കിടക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ എന്ത് കഴിയുന്നോ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുമെന്ന് ഒരുങ്ങുന്ന പണ്ഡിതന്മാർ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന, ചിഹ്നിച്ചിതറി കിടക്കുന്ന ഉമ്മത്തുകളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന, എന്തിനേറെ കർണാടകയെ പോലെയുള്ള സ്ഥലങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ നാദങ്ങൾ സമൂഹത്തിന് കേൾപ്പിക്കപ്പെടുന്ന, കൈകോർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സംസാരങ്ങൾ സംസാരിക്കുന്ന, സൗഹാർദ്ദം പ്രസംഗിക്കുന്ന, ഉറുദുവിൽ, ഇംഗ്ലീഷിൽ, അറബിയിൽ, കന്നഡത്തിൽ, മലയാളത്തിൽ, എന്തിനേറെ കർണാടകയിലെ ദക്ഷിണ കന്നഡയുടെ ഹിന്ദു ക്ഷേത്രങ്ങളായ ധർമ്മസ്ഥല ഹെഗഡയുടെ സ്ഥാപനത്തിൽ പോയി പോലും സംസാരിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാരെ അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിന് വളർത്തിവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പ്രവർത്തകന്മാരോട് പറയുവാനുള്ളത്, പലപ്പോഴും നിങ്ങൾ വിശക്കുന്ന സമയത്ത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത്, നിങ്ങൾ ജോലി ചെയ്തിട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തട്ടി വിളിക്കുന്നതായിരിക്കും KIC-ന്റെ പ്രവർത്തകന്മാർ. 10 ദിർഹംസിന് നിങ്ങൾ നല്ല വർക്കത്തിൽ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മൊബൈൽ ടോണിലൂടെ നിങ്ങൾക്ക് റിംഗ് കേൾക്കുന്നത്. എന്ത് പണി ഇത്, നമുക്ക് ഇതേ പണിയോ? പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. KIC-ക്ക് വിളിച്ചോ, എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. പ്രിയമുള്ളവരെ, തരേണ്ടതൊക്കെ നിങ്ങൾ തന്നു കഴിഞ്ഞു സമൂഹത്തിന്. പക്ഷെ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടത്ര ശൈഖ് സായിദ് റഹിമഹുല്ലാഹ് ഈ UAE-യുടെ അള്ളാഹു അദ്ദേഹത്തിന് കുറച്ചും ആയുസ് നീട്ടിക്കൊടുക്കേണ്ടിയായിരുന്നു. അള്ളാഹുവേ, അവരുടെ മദത് കൊണ്ട് അള്ളാഹു ഈ സമൂഹത്തെ നന്നാക്കട്ടെ. അദ്ദേഹം ഇന്ത്യയെ ഇവിടെ വെച്ചുകൊണ്ട് UAE-യിലേക്ക് വന്ന പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭൂമി ഇത് അള്ളാഹുവിൻ്റെതാണ്, ഇത് അള്ളാഹുവിന്റെ റിസ്ക്കാണ്, അത് അള്ളാഹുവിന്റെ കസ്ബാണ്. ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ഈ റിസ്ക് അള്ളാഹുവിൻ്റെതാണ്, ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ജോലി അത് അള്ളാഹുവിൻ്റെതാണ്. ഇവിടേക്ക് ലോകത്തു നിന്ന് വരട്ടെ, ഇവിടേക്ക് നേമത്തോ പടച്ചവന്റെ ഖജനാവിൽ നിന്ന് ഉറച്ചു തരട്ടെ എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ശൈഖ് സായിദ് റഹിമഹുല്ലാഹ്, നമ്മുടെ അനുഗ്രഹിതരെ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയുടെ നമ്മളൊക്കെ വന്ന് നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര അധ്വാനിക്കുന്നുണ്ട്. എന്താ, വിയർപ്പിലൊരിക്കൽ കുറച്ച് നടന്നു, കുറച്ച് വേർത്തു, കുറച്ച് വിഷമിച്ച്. പക്ഷേ മുണ്ടാണ്ടിരുന്നിട്ട് പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിൽ 300-400 രൂപയ്ക്ക് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ കൊട്ടും പിക്കാസും ഇട്ട് കിടക്കുന്നവർ, അധ്വാനിക്കുന്നവർ, അവരുടെ ഇടയിൽ നമ്മൾ ജോലി വലിയ ചെയ്തിട്ടില്ല. എങ്കിലും അള്ളാഹു ഈ ഇവിടുത്തെ ഷെയ്ഖുമാർക്കുടെ അനുഗ്രഹം കൊണ്ട് അവരെ കുറിച്ചു. കാരണം ഇന്ന് കാണുന്നില്ലേ, അവരുടെ ആ മഖ്ബറയിൽ ആയിരക്കണക്കിന് ആളുകൾ നോമ്പ് തുറക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ സിയാറത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആദരിക്കാത്തവർ ഇരുന്ന് ചിന്തിക്കാൻ ലോകത്തിന്റെ മുന്നിൽ അത്ഭുതങ്ങൾ അള്ളാഹു നിലനിർത്തി തരികയാണ്. ഇവിടെയാണ് ഈ അനുഗ്രഹീത നാട്ടിൽ വന്ന എന്റെ ബഹുമാനപ്പെട്ട പ്രവർത്തകന്മാരോട് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, ഞാൻ ഈ കുറച്ച് കാര്യം സമയം 2-3 വർഷം ഇല്ലാതെ ഒരു അനന്താവാസത്തിന് രണ്ടാമത് തിരിച്ച് കർണാടക ഇസ്ലാമിക് സെന്റർ ആകുന്ന വലിയ കപ്പലിലേക്ക്, കടലിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. വന്ന സമയത്ത് ബേജാറോട് കൂടെ, കാണുന്ന സമയത്ത് അങ്ങോട്ട് എത്താൻ കഴിയുമോ എന്ന ചിന്തയിലൂടെയായിരുന്നു വന്നിരുന്നത്. ഒരു 3-4 മാസം കൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടെ പലതും ആ സ്ഥാപനത്തിന് പരിഹരിക്കാൻ സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ പ്രവർത്തകന്മാർ, പുതിയ പ്രവർത്തകന്മാർ, ചുറുചുറുക്കുള്ള മെമ്പർമാർ, യൂത്ത് അൽ കൗസർ യൂത്ത് എന്ന ഒരു സംഘടന സംഘടിപ്പിച്ചു. അതിലൂടെ യൂത്തിനെ സംഘടിപ്പിച്ചു. ചെറുപ്പക്കാർക്ക് നേതൃത്വം നൽകാൻ ഒരു ടീം, അത്യാവശ്യം പ്രായമുള്ളവർക്ക് നേതൃത്വം നൽകാൻ കർണാടക ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനം. കൂട്ടത്തിൽ ഉസ്താദന്മാർ, സയ്യിദന്മാർ, നേതാക്കൾ, എല്ലാവരെയും. മാത്രമല്ല, നിങ്ങളെന്ന് കൊണ്ടുപോകുന്ന ഒരു പൈസ അത് കളവ് പറയേണ്ട പൈസയല്ല, കളവ് പറഞ്ഞ് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കേണ്ട പൈസയല്ല. നേര് മാത്രം പറഞ്ഞു, മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ. നേര് പറയുന്നതിന്റെ ഉദാഹരണം നല്ല മരം പോലെ, അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. അടിവേര് ഉറച്ചതും
മേൽ പന്തലിച്ച് കിടക്കുന്നതുമാണ്. എല്ലാ വർഷവും ഈ സമൂഹത്തിന് വേണ്ടത് നൽകുന്ന മഹത്തരമേറിയ നേര് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നുമാകുന്ന 10 ദിർഹംസിനെയും സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വലിയ ഒരു സ്ഥാപനത്തിന്റെ വലിയൊരു ആവശ്യാർത്ഥവുമായി ഞാൻ UAE വന്നു. 24-ാം തീയതി വന്നു. അൽഹംദുലില്ലാഹ് ഒരു 10-15 ദിവസം സത്യത്തിൽ പറഞ്ഞെങ്കിൽ ഞാൻ എവിടെയും പോയിട്ടില്ല, എനിക്കെവിടെയും ഓടേണ്ട വന്നിട്ടില്ല. ഈ നേതൃത്വം, അതാണ് കർണാടക ഇസ്ലാമിക് സെന്റർ. ഒരു നേതാവ് വിളിച്ച് പറയുന്നത്, ഉസ്താദേ എന്റെ ഒരു മുതലാളിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വരണം. മറ്റൊരു ഒരു വേലക്കാരൻ, ഒരു പണിയെടുക്കുന്നവൻ, ഒരു ജോലിക്കാരൻ വിളിച്ച് പറയുന്നത്, ഉസ്താദേ ഒരു അർഭാബുണ്ട് അവിടെ. എന്തിനേറെ നമുക്കിന്ന് അൽഫർദാനിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് ആർത്തിക്കരെ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 6 ലക്ഷം രൂപയോളം, അവർ ഒരാളെന്നല്ല, അവരുടെ കൂടെ ഒരു ടീം വർക്ക്, വൈത്തടുക്കരിക്കും, ഉടേരിക്കട്ടയിരിക്കും, മണില അബ്ദുറസാഖ് ഹാജി ഇരിക്കും, ഷാഫി അല്ലായി ഇരിക്കും, അതുപോലെ തന്നെ അസ്ഗർ അലി തങ്ങൾ, മൊയ്തീൻകുട്ടി ഹാജി ദിപ്പ, മാത്രമല്ല ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ നമ്മളെപ്പോഴും കേൾക്കുന്ന ബഷീർ കിന്നിങ്കാറിനോട് പറയാനുള്ളത്, അള്ളാഹു നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിന്റെ ഒരു ഭാഗം എന്തിനെ ഹഖീഖത്തൽ ദീനിനെ വേറെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പ്രചരിപ്പിച്ച് എന്തെങ്കിലും ദൈവത്ത് ചെയ്യുന്നതല്ല. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാം. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ചെയ്ത ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ വല്ലാതെ ചെയ്യുന്നുണ്ടെന്നല്ല, വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നല്ല, വലിയ കറാമത്ത്, സത്യത്തിൽ ഒരു കറാമത്തും പറയാനില്ല KICക്ക്. പിന്നെ എന്തുകൊണ്ട് തൗഫീഖുണ്ട്. അതിന് പ്രവർത്തിച്ചെങ്കിൽ പടച്ചറപ്പ് സഹായിക്കുന്നുണ്ട്. ബഷീർ കിന്നിങ്കാർ നിങ്ങളുടെ ഒരു ശക്തിയെ മാത്രമല്ല, ഓരോരുത്തർ നിങ്ങളുടെ എത്ര കഴിയുന്നു നിങ്ങളെ കൊണ്ട് ഞാൻ പിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തേ, 1500 ദിർഹം ശമ്പളമുള്ളവർ, അവര് ഫുഡ്, അതേപോലെ അവർ താമസ സൗകര്യം അത് കഴിച്ചിട്ട് വീട്ടിലേക്ക് അയച്ചിട്ടും നമ്മുടെ യതീം സാധു കുട്ടികൾക്ക്, യതീം കുട്ടികൾ മാത്രമല്ല ഉള്ളത്, യതീമിനെ പോലെയുള്ള, യതീമിനെക്കാളും ഉമ്മയും ബാപ്പയും രണ്ടുമുണ്ട്, അവരെയും കൂടി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള മക്കളാണ് ആ സ്ഥാപനത്തിലുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന, ഇതിന്റെ റിസീവറായി പ്രവർത്തിക്കുന്നവരോട് പറയുവാനുള്ളത്, പ്രവർത്തിച്ചവരോട് പറയുവാനുള്ളത്, ഇനി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവർ പറയുവാനുള്ളത്, കർണാടക സ്റ്റേറ്റിൽ വെച്ചിട്ട് അള്ളാന്റെ തൗഫീഖോട് കൂടെ വളരെ സന്തോഷകരമായി ഹക്കും ബാധ്യനും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ കൂടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഇൻഷാ അള്ളാഹ്, ഞാൻ കുറെ ആവശ്യങ്ങളുമായി വന്നപ്പോ ഏകദേശം 70 ആവശ്യങ്ങൾ വന്നെങ്കിൽ സ്ഥാപനത്തിന്റെ പരിപൂർണമായ ആവശ്യമല്ല, അവിടെ പ്രാഥമികമായി ഒരു കുട്ടിയെ ഇന്ന് നീ ഇമാം ജമാഅത്തിന് എത്തണമെന്ന് പറയുമ്പോൾ ആ ഇമാം ജമാഅത്തിന് എത്തണമെങ്കിൽ അവന് wudu എടുക്കാനുള്ള വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, വെള്ളത്തിന്റെ ആവശ്യമില്ല, ടാങ്കി ഉണ്ട്, ടാങ്കി ശരിയില്ല. ആ നിലക്കുള്ള എല്ലാ പ്രാഥമികമായ ആവശ്യങ്ങളിൽ 12 ആവശ്യങ്ങളിൽ 9 ആവശ്യങ്ങളും അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടെ പൂർത്തിയായ ഈ ടൈമിലാണ് നിങ്ങളുടെ കൂടെ ഞാൻ അഭിമാനത്തോട് കൂടെ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഇന്നും ഒരു ഡിമാൻഡ് ആവശ്യപ്പെടാനുണ്ട്. ഒരാളും എഴുതിക്കണ്ട, ഒരാളും പട്ടി പറയണ്ട. കാരണം എന്തേ, കാരണം ചിലപ്പോ 10 ആൾ എഴുതിച്ചിട്ട് 9 ആളും തരുന്നുണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാണ്ടിരിക്കും, ആളെ മുന്നിൽ ചോദിക്കുമ്പോൾ പാവം സാധു എഴുതിച്ച് അവർക്ക് തരാൻ കഴിയുന്നില്ല. വല്ലാഹി ആ സാധുക്കളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തേ, ഇത് അള്ളാഹുവിന്റെ ഒരു ദീനി സ്ഥാപനം, 2 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സ്ഥാപനം. എന്തോ നിലക്ക് മനുഷ്യർ, ഞാൻ ഒരു ഹാജിക്ക വിളിച്ചിട്ട്, ധരിമി ഞാനൊരു 500 തേങ്ങ വെച്ചിട്ടുണ്ട്, ഒരു ലോറി എടുത്തോണ്ട് പോയിട്ടാ, പിക്കപ്പ് എടുത്തോണ്ട് പോയിട്ടാ 500 തേങ്ങ റമദാന്റെ ചെലവിന് മൊത്തം അദ്ദേഹത്തിന്റെ തോട്ടത്തിനാണ് അദ്ദേഹം വലിച്ചു തരുന്നത്. ഇങ്ങനത്തെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വസള നല്ലതുണ്ടെങ്കിൽ ഉച്ചക്ക് വസള കറിക്ക് ഞാൻ എത്തിക്കാം. മീൻ കൊണ്ടുപോകുന്ന 2-3 വാനുകാർ ഉച്ചകത്തെ മീന് ഞാൻ എത്തിച്ചു തരാന്ന് പറയുന്ന, കാരണം ഹൈവേന്റെ സൈഡിലാണ് ആ സ്ഥാപനം. അൽഹംദുലില്ലാഹ് അതിനെ സഹായിക്കുന്നവരുണ്ട്. നിങ്ങളുടെ സഹായം കൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടെ ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 16 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിങ്ങിന്റെ കാര്യം നിങ്ങൾ എല്ലാവരും തുടങ്ങിയത് ഫില്ലറായി കഴിഞ്ഞ് ഇന്ന് സ്ലാബിന് വേണ്ടിയിട്ടെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കണമെന്നല്ല, നിങ്ങളൊരു സുഹൃത്തുണ്ട്, ഒരു സദഖ ചെയ്യുന്ന ഒരാളുണ്ട്, അയാളെ കാണിച്ചു തന്ന് ഈ സ്ഥാപനത്തെ സഹായിക്കണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു 100 ദിർഹംസ് നിങ്ങളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഒരാൾ 1 രൂപ എഴുതിക്കണ്ട, ഒരാൾ ഒരു നേർച്ചയാക്കണ്ട. 10 ദിർഹംസ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ 50 ദിർഹംസ് അര ബാഗ് അരിയുടെ പൈസ, ആ സ്ഥാപനത്തിന് 120 കിൻഡൽ അരി 10 മാസത്തിന് ചെലവിന് വേണം. 1.5 മാസം ലീവിലായിട്ട് പോകുന്നുണ്ട്. 120 കിൻഡൽ അരി വെറും ചോറ് വയ്ക്കാൻ വേണ്ടി മാത്രം ആ മുത്തഅല്ലി നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വേണം. നിങ്ങൾ അള്ളാഹുവിന്റെ വജഹിനെ കരുതിയിട്ട് എന്തേ ഞാനത് നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് അത്ര തരി, നിങ്ങൾ ഇത്ര എഴുതിക്കാത്ത, കാരണം അതൊരു കാര്യമേ അല്ല. കാരണം നിങ്ങൾ എഴുതിച്ച സമയത്തൊക്കെ 250 കിൻഡൽ അരി സദസ്സിൽ എഴുതിച്ചവരുണ്ട്. തന്നവർ ആർക്കെങ്കിലും തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പാവം അവരെ ഹക്കിൽ ബാക്കിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തർ ഇന്നത്തെ ദിവസം ആ സ്ഥാപനത്തിന്റെ പ്രാഥമികമായി അവർക്ക് വേണ്ട ഡ്രസ്സായി, അവർക്ക് വേണ്ട കിതാബായി,
ഡെസ്ക് ബെഞ്ച് മാത്രമല്ല ഒരു 15 കട്ടിൽ ആവശ്യമുണ്ട്. ഒരു 5000 രൂപ, 6000 രൂപ. ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ഹാജി ദിബ്ബ 5 കട്ടിൽ പറഞ്ഞൊരു 15 കട്ടിൽ ബാക്കിയായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാവും. നിങ്ങളോട് തന്നെ ഒന്നും പറയുന്നില്ല. നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാനിൽ ഒരു സ്വതക്ക എന്ന നിലക്ക് ഒരു ഉറുപ്പയും ബാക്കി വെക്കേണ്ട, ഒരു ഉറുപ്പ എഴുതിക്കണ്ട. ഉണ്ടെങ്കിൽ മടിയില്ലാതെ, മാത്രമല്ല ചോദിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് തരണല്ലേ എങ്ങനെ എണീക്കുന്ന അത് മടി കാണിക്കണ്ട. ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തെ സഹായിക്കണം. സഹായിച്ചതിന് പകരം എനിക്ക് പറയുവാനുള്ളത് വേറെ നൽകാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദുആ. മാത്രമല്ല മഗ്‌രിബിന്റെ ശേഷമാണോ മഗ്‌രിബിന്റെ മുമ്പാണോ ദുആ? മഗ്‌രിബിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ പറയുവാനുള്ളത് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ എത്രയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറക്കല്ലാഹ് അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഒരാളും തന്നെ, കാരണം നിങ്ങളിലൂടെ 10 50 ഉള്ളവരെ 500 ഉള്ളവൻ അത് കുറക്കണ്ട. 5 കിൻഡൽ 5 ബാഗ് അരി 5 കിൻഡൽ കിട്ടല 50 kgന്റെ ഒരു കിൻഡൽ അരി ഒരു ബാഗിന് 100 ദിർഹംസാണ് വില വരുന്നത്. അല്ലാഹുവേ ഇതിനെ സഹായിച്ചവർ മുസ്തഫ കുനടക്കം ഞാൻ ഒരാളെ വിളിച്ചിട്ട് 1000 ദിർഹംസ് വാങ്ങി തന്നു. ഇങ്ങനെ ഓരോരുത്തർ എത്ര ആളുകൾ, 4000 ദിർഹംസ് ഇതിന്റെ ഭക്ഷണത്തിന് ഒരാൾ, എത്ര ആളുകൾ ഉള്ളിരിക്കട്ടെ. ആദ്യം പ്രതി ഓരോരുത്തർ ഇന്നത്തെ ഈ ചെലവിന് ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒരു പൈസ എടുക്കുന്നില്ല. ഓരോരുത്തർ സഹകരിച്ചിട്ട് അല്ലാഹുവേ ഇതിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണം തമ്പുരാനെ. ബേജാറുകൾ നീ തീർത്തു തരണം തമ്പുരാനെ. നിങ്ങൾ ഓരോരുത്തർ എന്തോ നിങ്ങളുടെ കയ്യിലുള്ളത് മഹത്തേറിയ ആ സ്ഥാപനത്തിനുള്ള ഒരു സ്വതക്കയായി ഇതിൽ ഏൽപ്പിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വതക്കാനെ നാളെ ആഖിറത്തിലുള്ള പാരത്രിക ലോകത്തുള്ള അള്ളാഹുവിന്റെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുവാനുള്ളത് നിങ്ങൾ ഓരോരുത്തർ എന്തോ മാത്രമല്ല സദസ്സ് നിങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞ ശേഷം ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തൗബയാണ്. ഈ പ്രാർത്ഥനയിൽ ഇന്ന് നടക്കുന്നത് നമ്മുടെ പശ്ചാത്താപമാണ്, തൗബയാണ്. തൗബയിലുള്ള ദുആയാണ്. തൗബ എന്ന് പറഞ്ഞെങ്കിൽ തൗബന്റെ കടലാസ് പിടിച്ചിട്ടുള്ള തൗബയല്ല. ആ ദുആയിലൂടെ നമ്മുടെ പശ്ചാത്താപം അല്ലാഹുവിൽ സമർപ്പിച്ച് നമ്മുടെ ദോഷങ്ങൾ വിട്ടുകൊടുക്കാനുള്ള മഹത്തേറിയ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടണമെന്ന് അഭ്യർത്ഥിക്കുകയും നിങ്ങൾ എല്ലാവരും വന്ന് നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് ഒരു സംഭാവന ആ സ്ഥാപനത്തിൽ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയം നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ ഇരുന്നതിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തു തരട്ടെ. എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് റഹ്മാനായ തമ്പുരാനെ ഞങ്ങൾ നീക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.